ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നെയിൽ പോളിഷ് കളക്ഷനായിട്ടാണ്. ഒരുപാടൊന്നുമില്ല, എന്നാലും എൻ്റെ കയ്യിലുള്ള ഒരു ചെറിയ നെയിൽ പോളിഷിൻ്റെ കളക്ഷനായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിൽ എൻവൈബയുടെ നെയിൽ പോളിഷ് ഉണ്ട്. പിന്നെ ഇതൊക്കെ എൻവൈബയുടെയാണ്. എൻവൈബയുടെ ഉണ്ട്, ഡാസ്ലറിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ V9 പോപ്പ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഉണ്ട്. പിന്നെ ഇത് XS Alka 01 ഡ്യൂലക്സ് കോപ്പർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. പിന്നെ ഇൻസൈറ്റിൻ്റെ ഉണ്ട്, ഇത് ഇൻസൈറ്റിൻ്റെയാണ്. അങ്ങനെ കുറച്ച് കമ്പനിയുടെ ഒക്കെ ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ മേടിക്കാറുള്ളത്. തീരെ ലോക്കലായിട്ടുള്ള ഞാൻ മേടിക്കാറില്ല. എനിക്ക് ക്യൂടെക്സ് അങ്ങനെ മേക്കപ്പ് ഐറ്റംസ് ആണെങ്കിലും ഇങ്ങനെയുള്ളതൊക്കെ തീരെ വില കുറഞ്ഞെടുക്കാൻ എനിക്ക് ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. എന്തെങ്കിലും സ്കിന്നിന് പ്രോബ്ലം വന്നാലോ എന്നുള്ളൊരു പേടി കൊണ്ടാണ്. ഇനി നമുക്ക് ഓരോ കളർ നോക്കാം. ഇതൊരു നല്ല ബ്ലൂ കളറാണ്. V9 പോപ്പിൻ്റെ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. നേവി ബ്ലൂ അല്ല, എന്നാൽ ലൈറ്റ് ബ്ലൂ അല്ല, നല്ലൊരു ബ്ലൂ ആണ്. ഇട്ട് കഴിഞ്ഞാലും നല്ലൊരു ബ്രൈറ്റ് കളർ നമ്മുടെ കൈക്ക് നല്ലൊരു കളറ് ഈ നെയിൽ പോളിഷ് തരും. നല്ലതാണ്. അതുപോലെ തന്നെ റെഡ് പിന്നെ എല്ലാവരുടെയും കൈ കാണുന്നൊരു കളറാണ്. ലിപ്സ്റ്റിക് ആണെങ്കിലും നെയിൽ പോളിഷ് ആണെങ്കിലും എല്ലാവരുടെയും കയ്യിൽ റെഡ് കളർ കാണും. ഇൻസൈറ്റിൻ്റെ കേട്ടോ, നല്ലൊരു ബ്രൈറ്റ് കളറിൽ റെഡാണ്. ഇതിന് വരുന്ന വില 50 രൂപയാണ് ഇൻസൈറ്റിൻ്റേത്. ബാക്കിയുള്ളതിൻ്റെ വില ഞാൻ ഓർക്കുന്നില്ല, എല്ലാം പലപ്പോഴായിട്ട് മേടിച്ചതാണ്. ഇൻസൈറ്റ് ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ചതായതുകൊണ്ട് 5 ml അതിൻ്റെ വില ഞാൻ ഓർത്തിരിപ്പുണ്ട്, അതുകൊണ്ടാട്ടോ. പിന്നെ ഇതൊരു ഗ്ലിറ്ററാണ്. ഇത് കളറൊന്നുമില്ല, വൈറ്റ് കളറ് അങ്ങനെ തരത്തില്ല. നമ്മൾ അതായത് വെറുതെ ട്രാൻസ്പെറൻ്റായിട്ട് ഗിൽറ്റ് ഉള്ള ക്യൂടെക്സ് ഇല്ലേ, നെയിൽ പോളിഷ്, അത്രയും ഒരെണ്ണം കേട്ടോ. ഇത് വെറുതെ ട്രാൻസ്പെറൻ്റാണ്, ഗിൽറ്റ് മാത്രമേ ഉള്ളൂ. Alka 929 Alka 929 എന്നാണ് ബ്രാൻഡിൻ്റെ പേര്. ഇതും നല്ലൊരു ലൈറ്റായിട്ട് ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക്, എന്നാൽ ഒരു ഇച്ചിരി ഷിമ്മറി എഫക്റ്റൊക്കെ വേണം എന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇനി ഇത് ഞാൻ എൻവൈബയുടെ പർപ്പിളിന്ന് ഓർഡർ ചെയ്ത കേട്ടോ. ഇതും പിന്നെ ഇത് ഞാൻ പർപ്പിളിന്ന് ഓർഡർ ചെയ്ത കേട്ടോ. ഈ മൂന്നെണ്ണം ഞാൻ പർപ്പിളിന്ന് ഓർഡർ ചെയ്തതാണ്. എൻവൈബയുടെ ആണ്, 3 എൻവൈബയുടെ. ഇതൊരു ലൈറ്റ് ഗ്രീൻ കളറാണ്, തീരെ ലൈറ്റാണ്. ഇതിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റാണ്. ഒരു 2 കോട്ട് 3 കോട്ടൊക്കെ ഇട്ടാലേ നല്ലൊരു കളറ് വരത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ പ്രതീക്ഷിച്ച കളറല്ല. ഞാൻ ഫോട്ടോ കണ്ടപ്പോൾ അത്യാവശ്യം നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് മേടിച്ചത്. പക്ഷേ എനിക്ക് സാധനം വന്നപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യം തോന്നിയില്ല. ഇതും അങ്ങനെ തന്നെ, ചെറിയൊരു ബ്ലൂ ഷെയ്ഡ്, പക്ഷേ ഒരു 3 കോട്ടൊക്കെ ഇട്ടാലേ നല്ലൊരു കളർ വരത്തുള്ളൂ. ഇതും അങ്ങനെ ഫ്ലോപ്പായപ്പോൾ ഒരു നെയിൽ പോളിഷ് കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, ഇഷ്ടമുള്ളവർക്ക് ഇടാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, മേടിച്ച് നോക്ക്. പക്ഷേ ഇത് നല്ല കേട്ടോ, ഇത് നല്ലൊരു ഡാർക്ക് കളറാണ്. നമുക്ക് കാലയിലൊക്കെ ഇടാനായിട്ട് നല്ലൊരു ഡാർക്ക് കളർ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു കളറായത് കേട്ടോ. നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറാണ്. നല്ല എടുത്ത് നിൽക്കും, സ്കിന്ന് നല്ല ബ്രൈറ്റായിട്ട് കാണിക്കും. ഇതൊരു ഓഫ് വൈറ്റ് കളറാണ്. ലൈറ്റ് കളേഴ്സൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഡാസ്ലറിൻ്റെ ആണ്. നല്ല ലൈറ്റ് കളറാണ്. ഇതിൻ്റെ വില 70 രൂപയാണ്. ഡാസ്ലറിൻ്റെ നല്ലൊരു ലൈറ്റ് കളറാണ്.
അടുത്തൊരു ഗ്രീൻ കളറാണ്. ഇതും വില വരുന്നത് 70 രൂപയാണ്. ഡാസ്ലറിൻ്റെ നല്ലൊരു ഗ്രീൻ കളറാണ്. ഡാർക്ക് കളേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. സ്കിന്ന് ബ്രൈറ്റായി കാണിക്കും. നല്ലൊരു കളർ. അടുത്തൊരു റോസ് കളറാണ്. ഇത് ഇച്ചിരി നല്ല ബ്രൈറ്റായിട്ടോ, സ്കിന്ന് നല്ല ബ്രൈറ്റായിട്ട് കാണിക്കും. അടുത്തൊരു റോസ് കളറാണ്. അത്യാവശ്യം നല്ലൊരു ഡാർക്ക് കളറാണ് കേട്ടോ. V9 പൂപ്പ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. ഇത് നല്ല ബ്രൈറ്റാണ്, സ്കിന്നിനെ ബ്രൈറ്റാക്കി കാണിക്കും. ഫെയറായിട്ടുള്ള കൈക്കൊക്കെ നല്ല എടുപ്പായിരിക്കും. അടുത്തൊരു എന്താ ഈ കളറിന് പറയുന്നതെന്ന്, ഒരു ബ്രൗൺ, ലൈറ്റ് ബ്രൗൺ, അങ്ങനെ കാരമൽ അങ്ങനത്തെയൊക്കെ ഒരു ഷെയ്ഡാണ് കേട്ടോ. സ്വിസ് ബ്യൂട്ടിയുടെ ആട്ടോ ഇത്. 99 രൂപയാണ് വില വരുന്നത്. നല്ലൊരു ഷെയ്ഡായിട്ടോ ഇത്. കാലയിലും കയ്യിലും ഇടാൻ നമുക്ക് നല്ലൊരു കളറാണ്. ലൈറ്റ് കളറാണ്, ന്യൂഡായിട്ടുള്ളൊരു കളറാണ്. ഒത്തിരി ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളൊരു കളറാണ്. എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു കളറാണ്. അടുത്തത് ഒരു ബ്ലൂ കളറാണ്, ഒരു വെറൈറ്റി ബ്ലൂ കളറാണ്. ഡാസ്ലറിൻ്റെയാണ്. 70 രൂപ തന്നെ ഇതിൻ്റെയും റേറ്റ് വരുന്നത്. ഇത് ഒരു ഇച്ചിരി ഡാർക്ക് കളറാണ്, ബ്രൈറ്റാണ്. ഫെയറായിട്ടുള്ള കൈക്കൊക്കെ നല്ല രസമായിരിക്കും. അടുത്തത് ബ്ലാക്ക്, അൽക്ക 01 എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ കേട്ടോ. ബ്ലാക്ക് പിന്നെ ഡാർക്കും വൈറ്റും അങ്ങനെയൊന്നും ഇല്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എന്നാലും ഞാൻ ആ കളക്ഷൻ്റെ കൂട്ടത്തിൽ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ മേടിച്ചതാണ്. ഇടാറുണ്ട്, കയ്യിലാണ് കൂടുതൽ ഇടാറുള്ളൂ, കാലേ ഞാനങ്ങ് ഇടാറില്ല. നല്ലൊരു കളറാണ് കേട്ടോ. നല്ലൊരു കളറെന്ന് വെച്ചാൽ എനിക്കൊന്ന് ബ്ലാക്ക് കളർ എന്ന് പറയുമ്പോൾ ഫെയർ സ്കിൻ ടോണിനും ഡാർക്ക് സ്കിൻ ടോണിനും ഒക്കെ ചേരുന്ന ഒരു കളറാണെന്ന് തോന്നുന്നു. നല്ലതാണ്. അടുത്തത് ബ്ലാക്കിലൊരു ഷിമ്മർ കളർ വരുന്ന ഒരു നെയിൽ പോളിഷാണ് കേട്ടോ. ഷെയ്ഡ് നമ്പർ B100, ഇൻസൈറ്റിൻ്റെയാണ്. 50 രൂപയുള്ളൂ ഇതിന് വില വരുന്നത്. ബ്ലാക്കിലൊരു ഷിമ്മറി എഫക്റ്റ് വരുന്ന ഒരു നെയിൽ പോളിഷാണ്. ലൈറ്റാണ് കേട്ടോ ഇത്. നമ്മുടെ സാധാ ബ്ലാക്ക് നെയിൽ പോളിഷ് പോലെ എടുത്ത് നിൽക്കത്തില്ല, തീരെ ലൈറ്റാണ്. നല്ലൊരു നെയിൽ പോളിഷാണ്. അടുത്തതും ഒരു ബ്ലൂ ആണ്. ഇതൊരു നേവി ബ്ലൂ കളറാണ്, നല്ല എടുത്ത് നിൽക്കുന്ന ബ്രൈറ്റായിട്ടുള്ളൊരു കളറാണ് കേട്ടോ. ഇതും 50 രൂപ തന്നെയാണ് വില വരുന്നത്. ഇൻസൈറ്റിൻ്റെയാണ്. നല്ല ബ്രൈറ്റ് കളറാണ് കേട്ടോ. ഫെയറായിട്ടുള്ള കൈക്കൊക്കെ ഇത് നല്ല ചേർച്ചയായിരിക്കും. അടുത്ത ഒരു നല്ല ലൈറ്റ് കളറാണ്, ഒരു ബേബി പിങ്ക് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ഷെയ്ഡ് തോന്നിക്കുന്ന, ക്രീമും അല്ല ബേബി പിങ്കും അല്ലാത്ത രീതിയിലുള്ളൊരു കളർ. എനിക്ക് എൻ്റെ കറക്റ്റ് കളർ പറയാൻ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നല്ലൊരു ലൈറ്റ് കളറാണ്. നമുക്ക് കയ്യിലിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ലൈറ്റ് കളറ്. സ്കിന്നിനും നല്ലൊരു എടുപ്പെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ നല്ലൊരു
ഭംഗി തോന്നിക്കുന്ന ഒരു കളറാണ്. എനിക്കിത് ഇട്ട് കഴിഞ്ഞ് എൻ്റെ കൈ കാണാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു സത്യത്തിൽ. നല്ലൊരു കളർ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സാധാരണ ലൈറ്റ് കളേഴ്സൊന്നും എനിക്കങ്ങനെ ഇഷ്ടപ്പെടാത്തത്, പക്ഷേ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാട്ടോ എൻ്റെ നെയിൽ പോളിഷ് കളക്ഷൻ. ഒരു കുട്ടി വീഡിയോ ആയിരുന്നു, ചെറിയൊരു കളക്ഷനാണ്, ഒരുപാടൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്.